നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ചാനലിൽ നിന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. 2024 മകയിരം നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇടവം, മിഥുനം കൂറുകളിലായി കാണപ്പെടുന്ന മകയിര നക്ഷത്രത്തിൻ്റെ മൃഗം പാമ്പും വൃക്ഷം കരിങ്ങാലിയും പക്ഷി പുള്ളുമാണ്. ശുദ്ധ മനസ്ഥിതിക്കാരായ മകയിര നക്ഷത്രക്കാർ നല്ല ബുദ്ധിയും സ്നേഹവും ആത്മാർത്ഥതയുള്ളവരുമാണ്. ബാല്യത്തിൽ വളരെ ക്ലേശം അനുഭവിക്കേണ്ടി വരുന്ന ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരെ ഉള്ളു തുറന്ന് വിശ്വസിക്കുന്നവരുമാണ്. ഇതുമൂലം ഇവർക്ക് പലവിധത്തിലുള്ള അബദ്ധങ്ങളും ചതിവുകളും പറ്റാറുണ്ട്. ഏറ്റെടുക്കുന്ന ഏത് കാര്യവും ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കുന്ന ഈ നക്ഷത്രക്കാർ സ്വപ്രയത്നത്താൽ ഉയർച്ചയിലെത്തുന്നവരുമാണ്. നല്ല ഈശ്വര വിശ്വാസികളായ മകയിര നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് എന്ത് സഹായവും ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കാത്തവരുമാണ്. എന്നാൽ വേണ്ടതിനും വേണ്ടാത്തതിനും പണം ചെലവാക്കുക എന്നത് ഇവരുടെ ഒരു ശീലമാണ്. തന്മൂലം ഇവർ പലപ്പോഴും സാമ്പത്തിക ബാധ്യതകളും വരുത്തി വയ്ക്കാറുണ്ട്. ഇവർ നല്ല ആഡംബരപ്രിയരും ലൗകിക സുഖങ്ങളിൽ താല്പര്യരുമാണ്. ആരോടെങ്കിലും വിശ്വാസം തോന്നിയാൽ പിന്നെ അവർ പറയുന്നത് അനുസരിക്കുന്ന ഈ നക്ഷത്രക്കാർ എല്ലായ്പ്പോഴും ചിന്താകുലരും പെരുമാറ്റത്തിലും സംസാരത്തിലും കുലീനതയും വിശ്വസ്തതയും കാണിക്കുന്നവരുമാണ്. മകയിര നക്ഷത്രക്കാരായ സ്ത്രീകൾ ശരീരശുദ്ധിയും പരിസരശുദ്ധിയുള്ളവരും സൗന്ദര്യമുള്ളവരും ദയയും വാത്സല്യമുള്ളവരും പരോപകാര തൽപരരുമായിരിക്കും. വാചാലപ്രിയരായവർ കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണ്. 2024 മകയിര നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾക്കായി കഠിന പ്രയത്നം നടത്തേണ്ടി വരുന്നതാണ്. തൊഴിൽ തർക്കങ്ങളും മറ്റും ബിസിനസ് മേഖലയിൽ മാന്ദ്യം വരുത്തിയേക്കാം. ചിലവുകൾ വർദ്ധിച്ചു വരുന്നതാണ്. സാമ്പത്തികമായ ബാധ്യതകൾക്ക് സാധ്യത കാണുന്നു. ഈ വർഷം വിദേശ യാത്രകൾ സാധ്യമാകുന്നതാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ്. വിവാഹങ്ങൾ നടക്കുകയും ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതിനോ പണി തുടങ്ങി വയ്ക്കുന്നതിനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ സാധിക്കുന്നതുമാണ്. ആരോഗ്യകാര്യങ്ങളിൽ സജീവ ശ്രദ്ധ വേണ്ടിവരും. കിട്ടാക്കടങ്ങൾ തിരിച്ചു കിട്ടുന്നതാണ്. അഗ്നി, വാഹനം എന്നിവയിൽ നിന്ന് അപകടങ്ങളുണ്ടായേക്കാം. ഔദ്യോഗിക മേഖലയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു വരും. ആകുലതകൾ സ്വതേ കൂടുന്നതാണ്. വർഷമധ്യത്തോടുകൂടി ഗൃഹപ്രവേശനം സാധ്യമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല സമയമാണ്. പഠനകാര്യങ്ങളിൽ സജീവമായ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. മകയിര നക്ഷത്രക്കാർക്ക് ഈ വർഷം ആശുപത്രിവാസവും തന്മൂലമുള്ള ചിലവുകളും വർദ്ധിച്ചു വരുന്നതാണ്. അലസതയും ശരീരക്ഷീണവും ഏറി വരും. പുതിയ പുതിയ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടേക്കാം. ജീവിതശൈലി രോഗങ്ങൾ വന്നു ചേരും. ഇടവം കൂറുകാരായ മകയിര നക്ഷത്രക്കാർക്ക് മെയ് മാസത്തോടുകൂടി ജന്മരാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റവും
കർമാധിപ സ്ഥാനത്തുള്ള ശനിയുടെ സ്വക്ഷേത്രസ്ഥിതിയാലും ഇവർക്ക് മികച്ച ഫലങ്ങൾ ലഭ്യമാകുന്നതാണ്. ഇവരുടെ കർമ്മമേഖലയും വ്യാപാര രംഗവും മെച്ചപ്പെടുന്നതാണ്. തൊഴിലന്വേഷകർക്ക് തൊഴിൽ അവസരങ്ങൾ ലഭ്യമാകുന്നതാണ്. കുടുംബാന്തരീക്ഷം മെച്ചപ്പെടുകയും ദമ്പതികൾ തമ്മിൽ സ്വരച്ചേർച്ചയോടുകൂടി മുന്നോട്ട് പോകുന്നതുമാണ്. മിഥുനം രാശിക്കാരായ മകര നക്ഷത്രക്കാർക്ക് 2024 പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും. കർമാധിപനായ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയാൽ ഇവർക്ക് തൊഴിലിൽ നേട്ടങ്ങളുണ്ടാകുന്നതാണ്. വരുമാനം വർദ്ധിച്ചു വരുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. അനാവശ്യമായ വിവാദങ്ങളിലും മറ്റും ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. വർഷമധ്യത്തിന് ശേഷം പിതാവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയും പുതിയ പുതിയ കരാർ ജോലികൾ ഏറ്റെടുത്ത് നടപ്പാക്കുകയും ചെയ്യുന്നതാണ്. ദൈവിക കാര്യങ്ങൾക്കും മറ്റും കൂടുതലായി പണം ചെലവഴിക്കേണ്ടി വരും. സ്ത്രീകൾ നിമിത്തം അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. വർഷാവസാനത്തോടെ വ്യവസായ രംഗത്ത് പലവിധത്തിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരും. വസ്തു, വാഹനം എന്നിവ സ്വന്തമാക്കുന്നതാണ്. തൊഴിലിടങ്ങളിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും 2024 ഗുണഫലങ്ങൾ ഏറി വരുന്നതാണ്. ഇവർക്ക് മികച്ച അവസരങ്ങളും അതുവഴിയുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ശുക്രൻ്റെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദശാകാലങ്ങളിൽ മകര നക്ഷത്രക്കാർ ദോഷപരിഹാരങ്ങൾ ചെയ്യണം. ചൊവ്വാഴ്ചയും മകയിരം നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ വ്രതം നോക്കുന്നതും അനുജന്മ നക്ഷത്രങ്ങളായ ചിത്തിര, അവിട്ടം നാളുകളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ഭദ്രകാളിയെയും മുരുകനെയും ഭജിക്കേണ്ടതുമാണ്. ചിത്തിര, അവിട്ടം നാളുകളുമായി വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് ഇവർക്ക് ദോഷകരമായി പറയുന്നു. മകയിര നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി മഹാലക്ഷ്മിയാണ്. ചൊവ്വാദശയിലാണ് ഇവരുടെ ജനനം. മകര നക്ഷത്രത്തിൻ്റെ ദേവത ചന്ദ്രനായതിനാൽ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് വഴി ഐശ്വര്യപ്രാപ്തി ഉണ്ടാകുന്നതാണ്. ഇടവക്കൂറിൽ ജനിക്കുന്ന മകര നക്ഷത്രക്കാർ ശുക്രനെയും, മിഥുനക്കൂറിൽ ജനിക്കുന്നവർ ബുധനെയും പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങളും വഴിപാടുകളും അനുഷ്ഠിക്കുക.